everyone, this is your Minimalist Malayali and welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ലൈഫിൽ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും അത് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. വൺസ് അഗെയിൻ വെൽക്കം ടു ദി ചാനൽ. നമ്മൾ വീട്ടമ്മമാരും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരുമായിട്ടുള്ള ഒരുപാട് പേര് നമ്മളുടെ ഈ ചാനൽ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മളുടെ സമയം വേണ്ട രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് വർഷം കഴിയുമ്പോൾ 4-5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ എവിടെയും എത്തിപ്പെട്ടില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും ഇല്ലേ? ചില കാര്യങ്ങൾ, ചില ആളുകളുമായിട്ടുള്ള നമ്മളുടെ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ റിലേഷൻഷിപ്സ് അത് നമ്മൾ പ്രോപ്പറായിട്ട് അവരുമായിട്ടൊരു നല്ല ക്വാളിറ്റി സമയങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മരണമോ അല്ലെങ്കിൽ അവർ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം വന്നതിന് ശേഷം മാത്രം നമ്മൾ അവരുടെ വില തിരിച്ചറിഞ്ഞാൽ പോരാ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ നമ്മളുടെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും, അതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. നമ്മൾ പലരും നമ്മുടെ ലൈഫ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ഇതൊക്കെ ഈ സമയത്ത് നടന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. ചിലർക്ക് വീട്ടിൽ ജോലികൾ കഴിഞ്ഞിട്ട് ഒന്നിനും നേരം ഉണ്ടാവില്ല. ചിലർ വീട്, ജോലി, കുട്ടികൾ എല്ലാം കൊണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചിട്ടുള്ള അവസ്ഥയിലായിരിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാം. കാരണം സെൽഫ് കെയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് മെൻ്റലി ആൻഡ് ഫിസിക്കലി, നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചുറ്റുള്ളവരെ നമുക്കൊന്ന് ഹാപ്പി ആക്കാനും നമുക്ക് ചുറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ആരോഗ്യം, മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ തലത്തിലുള്ള ആരോഗ്യം എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നും ദിവസം തുടങ്ങുന്നത് നിങ്ങളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദൈവത്തിനോട് നന്ദി പറയാം. ഇന്നൊരു ദിവസം തന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ഡേ ഈസ് എ ന്യൂ പോസിബിലിറ്റി അല്ലെങ്കിൽ ന്യൂ ഓപ്പർച്യൂണിറ്റി. നമുക്ക് ഒരു ദിവസം പുതുതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾ ഈ ലോകത്തിൽ വീണ്ടും ഒരു ദിവസം കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ അർഹതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ദൈവത്തിനോട് നന്ദി പറയുക. ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് നോട്ടോടുകൂടി, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാം, ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നതിന് നന്ദി പറയാം. പലർക്കും ചിലപ്പോൾ ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ അതിന് മാത്രം നിങ്ങൾ ആ നിമിഷങ്ങളിൽ ഓർക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നശിച്ചൊരു ദിവസം തുടങ്ങിയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു മെസ്സേജ് കൊടുക്കുക, ഇന്നത്തെ ദിവസം പോക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗിവ് എ പോസിറ്റീവ് സെൽഫ് ടോക്ക്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഭാവിയിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. ചില അമ്മമാരുടെ സംസാരമുണ്ട്, ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടാലും കാര്യമില്ല, ഇവനൊക്കെ എന്നെ ഇങ്ങനെയും കൊണ്ടുപോകും. ശരിയാ, ചെറുപ്പം മുതലേ ആ കുഞ്ഞത് കേൾക്കുന്നത്. അവൻ വലുതായി വന്നിട്ട് അമ്മേനെ നല്ല രീതിയിലൊന്നും നോക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ദിവസത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്താണോ നമുക്ക് എല്ലാത്തിനും ഒരു റൊട്ടീൻ ഉണ്ടാവുക. ആ റൊട്ടീൻസ് ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഒരു ദിനചര്യ ഉണ്ടാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിന് ഒരു ഡിസിപ്ലിൻ വരും. ഞായറാഴ്ച ദിവസങ്ങളിലായി കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു മീൽ പ്ലാൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ അവരുടെ സ്കൂളിലേക്ക് പോകേണ്ട സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് കിട്ടുന്ന രീതിയിൽ, അതുപോലെ എന്തൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റുമോ എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ടാക്കുക. പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാതിരിക്കുക. കാരണം നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് ഓർഗനൈസ് ചെയ്തും നമുക്കതിനൊക്കെ ഓരോ സ്ഥലം കണ്ടുപിടിച്ചൊക്കെ വരുമ്പോൾ നമ്മളുടെ മെമ്മറി എന്ന് പറയുന്നത് അത്രയും വലിയ നമ്മൾ അതിന് ഭയങ്കര പ്രഷർ കൊടുക്കേണ്ട ഒരവസ്ഥ വരും. നമുക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്ന ഒരവസ്ഥ വരും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്താണോ ആവശ്യം അത് മാത്രം കൊണ്ടുവരാം.
മൂന്നാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്ത് അവരുടെ ലൈഫിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മുടെ ലൈഫിലും വേണം എന്ന് വിചാരിച്ച് അതെല്ലാം നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നമ്മൾ നിർത്തുക. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുമായിട്ട് നമ്മളൊരു കമ്പാരിസൺ വയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുമല്ലാത്ത അല്ലെങ്കിൽ നമുക്കൊരു കോംപ്ലക്സ്, ചിലപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയിരിക്കാം, അത് നമ്മളുടെ ഉള്ളിലുണ്ടാവും. അതൊരിക്കലും നമുക്കൊരു നല്ല എനർജി അല്ല തരിക. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ്. അത് മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ജലസി അല്ലെങ്കിൽ കമ്പാരിസൺ, അസൂയ, കുശുമ്പ് ഇതിനൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ അയ്യോ 4 കൊല്ലം കഴിഞ്ഞോ 5 കൊല്ലം കഴിഞ്ഞോ ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ എവിടെ എത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫും നമ്മുടെ റിയൽ ലൈഫും രണ്ടാണെന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് വളരെ കുറയ്ക്കുക. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നോ പറയേണ്ടടുത്ത് നോ പറയുക. കാരണം നമ്മളെല്ലാവരെയും പ്ലീസ് ചെയ്ത് എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്നിനും സമയം കിട്ടില്ല. നോ പറയേണ്ടടുത്ത് നോ പറയുക. അതായത് ചില സമയങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഒരുപാട് ശല്യം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ജോലിക്ക് വരുമ്പോൾ പറയാണ്, ഓ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോവോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഞാൻ വേണ്ടപ്പെട്ടവളല്ലാത്തതായിട്ട് വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വേസ്റ്റ് ഓഫ് എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ സമയം കളയുക, നിങ്ങളുടെ ആരോഗ്യം കളയുകയാണെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളുടെ നോ പറയേണ്ടടുത്ത് ചില സാഹചര്യങ്ങളിൽ നിങ്ങളില്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ നടന്നു പോയിക്കോളും. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് അവിടെ ഹെൽപ്പായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ആദ്യം നിർത്താം. അഞ്ചാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു റിട്ടേൺ പ്ലാൻ ഉണ്ടാവുക. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ആദ്യമായിട്ട് ഹോം മേക്കർ ആവുന്ന ഒരു ലേഡി, അവർ ചിലപ്പോൾ അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും കാണുന്നതും ചെയ്യുന്നതും ഒക്കെ പുതുതായിരിക്കും. മറ്റുള്ളവർ ചിലപ്പോൾ പറയും, ഓ നീ ഇതൊന്നും പഠിക്കാണ്ട് എത്ര നാൾ വന്ന്, അല്ലെങ്കിൽ ഇതൊന്നും ആരും പഠിപ്പിച്ചില്ലേ, അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മൾ ഈ വക കുത്തുവാക്കുകൾ കേട്ട് നമ്മൾ അയ്യോ എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല, എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ പിന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെ എത്തില്ല. അതേസമയം നിങ്ങളിങ്ങനെ എനിക്കറിയില്ല, അപ്പോൾ ഞാൻ കണ്ടുപഠിക്കണം പല കാര്യങ്ങളും, പുതിയ റെസിപ്പീസ് ആയിക്കോട്ടെ, പുതിയ ജോലിയുടെ ഭാഗമായിട്ട് പുതിയ കാര്യങ്ങളായിക്കോട്ടെ, എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് പഠിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോം മേക്കിംഗ് തന്നെ എടുത്തോളൂ. നമ്മളൊരു വീട്ടുജോലികൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യുന്നു അവരോട് ഓപ്പണായിട്ട് സംസാരിക്കുക. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു മാഡം ഉണ്ടായിരുന്നു. മാഡം വളരെ പക്കയായിട്ട് ഓഫീസിലെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കായാലും എല്ലാത്തിനും സമയമുണ്ട്. ഞാൻ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ലതിക മാഡത്തിനെ കണ്ടിരുന്നത്. മാഡത്തിനോട് ഞാൻ ചോദിച്ചു, മാഡം എങ്ങനെ ഇത് പോസിബിൾ ആവുന്നു, എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നു? എനിക്കൊന്നിനും സമയം തികയുന്നില്ല, എനിക്കറിയില്ല എങ്ങനെ ഇത് മാനേജ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ജോലി കിട്ടിയ ആദ്യത്തെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിന് ശേഷം ഒരു ബ്രേക്കിന് ശേഷം കിട്ടിയ ജോലി ആയതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാം മാനേജ് ചെയ്യുന്നത് ഭയങ്കര ദേഷ്യവും വിഷമവും ഡിപ്രഷനും എന്തെന്നില്ലാത്ത ഒരു വികാരങ്ങൾ എന്നിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. അന്ന് മാഡം പറഞ്ഞെന്നൊരു കാര്യമുണ്ട്, പക്ഷെ നിനക്ക് അത്യാവശ്യ കാര്യങ്ങൾ, അതായത് എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഒന്നും ചിലപ്പോൾ ചെയ്യേണ്ടതില്ല. ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ഇതൊക്കെ ഡെയിലി അടിക്കൽ തുടക്കൽ മക്കൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കൽ അതെല്ലാവരും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവായിരിക്കും. പക്ഷേ നിൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യം, നിൻ്റെ കുടുംബത്തിൻ്റെ വൃത്തി വെടുപ്പ്, ഈ കാര്യങ്ങളൊക്കെ
നിനക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് എല്ലാ കാര്യത്തിനും ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ പക്കയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് ആദ്യം നീ ചെയ്യേണ്ടത് ഓരോ ദിവസവും ഇന്ന കാര്യങ്ങൾക്ക്, ഇപ്പോൾ ബാത്റൂം ക്ലീനിങ്ങിന്, ഡീപ്പ് ക്ലീനിങ്ങിന് ഒരു ദിവസം മാറ്റി വെച്ചാൽ പിറ്റേ ദിവസം നീ വേറെ എന്തെങ്കിലും റൂമുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളും ചെയ്തു. അതുപോലെ തന്നെ ഡെയിലി പലതരത്തിലുള്ള പുതിയ പുതിയ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി മക്കളെ എൻ്റർടൈൻ ചെയ്യുന്നതിന് പകരം നീയും ജോലിക്ക് പോകുന്നവളാണ്, നിനക്കും സമയം വേണം എന്നുള്ളത് അവരെ മനസ്സിലാക്കുക. ചിലപ്പോൾ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഇഡ്ഡലി ഉണ്ടാക്കേണ്ട വരുമായിരിക്കും, കുഴപ്പമില്ല, മക്കളോടത് പറയാം. ചിലപ്പോൾ കഞ്ഞിയും പയറായിരിക്കാം. അത് അവർ അതിനോട് അഡാപ്റ്റ് ചെയ്ത് ചെറുപ്പത്തിലേ നീ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പക്ഷേ നിനക്കതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ഒപ്പം വളർന്നുകൊള്ളും എന്ന് പറഞ്ഞു. ശരിക്കും അത് വളരെ ഒരു നല്ലൊരു എന്താ പറയുക മെസ്സേജ് ആയിരുന്നു എനിക്ക്. അത് ഇന്നും ഞാൻ ഫോളോ ചെയ്തു വരുന്നു. എൻ്റെ ബഡ്ജറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കുട്ടികൾക്കായാലും ഹസ്ബൻഡിനായാലും അല്ലെങ്കിൽ എൻ്റെ ജോലി ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാത്തിനും എനിക്ക് സമയം തികയുന്നുണ്ട്. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീട്ടമ്മമാരായവരോ അല്ലെങ്കിൽ പുതുതായിട്ട് അമ്മമാരായവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കാൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരുപാട് വഴികളുണ്ട്, നല്ല നല്ല വഴികളുണ്ട്. നിങ്ങൾ മനസ്സ് വെച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. നിങ്ങളുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവർക്ക് വേണ്ടി അത് ചിലവാക്കി വളരെ വിലപ്പെട്ട സമയം വെറുതെ കളയരുത്.